നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിനെ നമ്മൾ യുവേഫ ക്രിസ്ത്യാനോ ലീഗ് UCL എന്ന് തമാശയായിട്ട് പലരും പറയാറുണ്ടല്ലോ, അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അനവധി റെക്കോർഡുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ്. അപ്പോൾ യൂറോ കപ്പിന് നിങ്ങൾ എന്ത് വിശേഷിപ്പിക്കും? യൂറോ കപ്പിലെ റെക്കോർഡുകളൊന്ന് എടുത്തു നോക്കുക. ക്രിസ്ത്യാനോയുടെ പേരിലാണ് നിരവധി റെക്കോർഡുകൾ കിടക്കുന്നത്. യുവേഫയുടെ യൂറോ കപ്പിലെ ഏറ്റവും അധികം തവണ കളിച്ചിട്ടുള്ള കളിക്കാരൻ, ഏറ്റവും അധികം യൂറോ കപ്പ് മത്സരങ്ങൾ എന്ന് മാത്രമല്ല എഡീഷനുകൾ കളിച്ചിട്ടുള്ളയാൾ ക്രിസ്ത്യാനോയാണ്. 5 യൂറോ കപ്പ് എഡീഷനുകളിൽ അദ്ദേഹം ബൂട്ടുകെട്ടി. ഇത് 6ാമത്തേതാണ്. മറ്റാരും 6 തവണ യൂറോ കപ്പ് കളിച്ചിട്ടില്ല. അങ്ങനെ കളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഗോളടിയുടെ കാര്യത്തിൽ യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ ആർക്കാ? സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് 14 ഗോളുകൾ. യൂറോ കപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ 14 ഗോളുകളാണെങ്കിൽ രണ്ടാമതുള്ള ഫ്രാൻസിൻ്റെ ഇതിഹാസം മിഷേൽ പ്ലാറ്റിനിക്ക് 9 ഗോളുകളേ ഉള്ളൂ. ഡെൻമാർക്കിൻ്റെ മാഡ്സനും അതുപോലെ ഫ്രാൻസിൻ്റെ ആന്റോയിൻ ഗ്രീസ്മാനും ഇംഗ്ലണ്ടിൻ്റെ ഇതിഹാസം അലൻ ഷീറർക്കും ഒക്കെ 7 വീതം ഗോളുകളാണുള്ളത്. ഇനി നോക്കുക, അപ്പം ടോപ്പ് സ്കോറർ ആരാ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി ടോപ്പ് മാച്ചസ് പ്ലേഡ്, ഏറ്റവും അധികം മാച്ചസ് കളിച്ചിട്ടുള്ള താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. യൂറോ കപ്പിൽ 25 മത്സരങ്ങൾ ക്രിസ്ത്യാനോ കളിച്ചിട്ടുണ്ട്. രണ്ടാമത് അക്കാര്യത്തിലുള്ളത് പോർച്ചുഗീസ് താരം പെപ്പയാണ്. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ തന്നെ താരമായിരുന്ന ജാവോ മുട്ടീജോ. ഇവർ രണ്ടുപേരും 19 വീതം മത്സരങ്ങളാണ് യൂറോ കപ്പിൽ കളിച്ചിട്ടുള്ളത്. ജർമ്മനിയുടെ ഷോൺസ്റ്റൈഗറും ഇറ്റലിയുടെ ബൊനൂച്ചിയും 18 വീതം മത്സരങ്ങൾ കളിച്ചുകൊണ്ട് 3ാം സ്ഥാനത്തും നിൽക്കുകയാണ്. അടുത്ത റെക്കോർഡ് നോക്കുക. ഏറ്റവും അധികം പെനാൽറ്റീസ് ഗോളാക്കി മാറ്റിയ ആൾ യൂറോ കപ്പിൻ്റെ ചരിത്രത്തിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 3 പെനാൽറ്റികളാണ് അദ്ദേഹം യൂറോ കപ്പിന് ഗോളാക്കി മാറ്റിയിട്ടുള്ളത്. സിദാനും അതുപോലെ തന്നെ റൊമേനിയയുടെ സ്റ്റാൻഗുവും സ്പെയിനിൻ്റെ മെൻഡിയേറ്റയും ഡെൻമാർക്കിൻ്റെ ആർനെസനും പിന്നെ ഇംഗ്ലണ്ടിൻ്റെ അലൻ ഷിയറും 2 വീതം പെനാൽറ്റികൾ യൂറോ കപ്പിൽ ഗോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മോസ്റ്റ് അസിസ്റ്റിൻ്റെ കാര്യത്തിലോ CR ഒട്ടും പുറകിലല്ല. ഇത്തവണ അദ്ദേഹം റെക്കോർഡ് സ്വന്തമാക്കാനും സാധ്യതയുണ്ട്. 7 അസിസ്റ്റുകളുമായി അദ്ദേഹം രണ്ടാമത് നിൽക്കുമ്പോൾ സെച്ചിയയുടെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പബോസ്കി മുൻതാരം 8 അസിസ്റ്റുകളുമായിട്ട് 1ാമതാണ്. ഏതായാലും ഫാബ്രിഗസ്, ഷോൺസ്റ്റൈഗർ, റോബൻ, ലൂയിസ് ഫീഗോ, എഡൻ ഹസാർഡ്, ഡേവിഡ് ബെക്കാം ഇവരൊക്കെ CR7 പുറകിലാണ് അസിസ്റ്റ് നേരത്തിൽ. അവർക്ക് 5 അസിസ്റ്റുകളേ ഉള്ളൂ. CR7 7 അസിസ്റ്റുകളായി. ഈ യൂറോ കപ്പിൽ 2 അസിസ്റ്റുകൾ കൂടി അദ്ദേഹം നേടുകയാണെങ്കിൽ ആ റെക്കോർഡ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വരികയും ചെയ്യും. ഇനി നോക്കുക, യൂറോ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മിനിറ്റുകൾ കളിച്ചിട്ടുള്ള കളിക്കാരൻ ആരാണ്? ഏറ്റവും അധികം മിനിറ്റുകൾ കളിച്ചതും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2153 മിനിറ്റുകൾ അദ്ദേഹം യൂറോ കപ്പിൽ കളിച്ചിട്ടുണ്ട്. രണ്ടാമതാണ് പെപ്പെ 1830 മിനിറ്റുകൾ. 3ാമതാണ് ബൊനൂച്ചി 1668 മിനിറ്റുകൾ. ഏതായാലും ഇങ്ങനെ അനവധി റെക്കോർഡുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൾറെഡി സ്വന്തമാക്കിയിട്ടുണ്ട്. പുത്തൻ റെക്കോർഡുകളിലേക്ക് അദ്ദേഹം ഇത്തവണയും യൂറോയിൽ ബൂട്ട് കെട്ടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.